രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മതരംഗത്ത് ജ്വലിച്ചു നിന്ന പാണക്കാട്ട് അറ്റപ്പൂവ്. പക്ഷേ ലോകത്തോട് വിട പറഞ്ഞ് നമ്മൾ പാണക്കാട് ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ ഇന്നലെ വരെ ശിഹാബ് തങ്ങൾ സിന്ദാബാദ് ധീരതയോടെ നയിച്ചോളൂ എന്ന് കരമുരുട്ടി മുദ്രാവാക്യം വിളിച്ച ഏതെങ്കിലും പാർട്ടി നേതാക്കളോ അനുയായികളോ തങ്ങപ്പാപ്പന മണ്ണിൽ കിടത്തണ്ട, ഞങ്ങളൊരു ബെഡ്ഷീറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞോ, ഞങ്ങളൊരു ബെഡ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞോ, തങ്ങളുടെ തലയുടെ ഭാഗത്തുള്ള കെട്ടടിച്ച് കഫംപുട താഴ്ത്തിയിട്ട് ശറഫാക്കപ്പെട്ട തങ്ങളുടെ പ്രകാശ പ്രഫുല്ലമായ കവിളിന് മണ്ണിനോട് ചേർത്ത് വെക്കുമ്പോ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങളുടെ മഹലിന്റെ ഖാദിയ, അതുകൊണ്ട് മഹല് വകവര് തലയിണ വാങ്ങിത്തരാമെന്ന് പറഞ്ഞോ? ഇല്ല. മഹാനായ തങ്ങളെ കവിള് വെച്ചത് മണ്ണിനോടാണ്. മേലെ മൂട് കല്ല് വെച്ച് അവസാനത്തെ കല്ല് വെക്കുമ്പോ ആരെങ്കിലും പറഞ്ഞോ ഇന്ന് വരെ തങ്ങളെ ഞങ്ങൾ ഒറ്റക്ക് ഇങ്ങോട്ടും വിട്ടിട്ടില്ല, അതുകൊണ്ട് തങ്ങളെ ഖബറിലേക്കും ഒറ്റക്ക് വിടാൻ ഞങ്ങൾ കഴിയില്ല. MP ആകുന്ന ഞാൻ കൂടെ വരാൻ ആരും പറഞ്ഞില്ല, MLA ഒപ്പം നിൽക്കാൻ പറഞ്ഞില്ല, അനുയായികളാകുന്ന മക്കളോ കുടുംബങ്ങളോ ഞാൻ ഒരാൾ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞില്ല. എല്ലാരും അവസാനം കൊടുത്തത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. തങ്ങളെ ഞങ്ങൾ പോവുകയാണ്. ആ സമയത്ത് തങ്ങൾ പറയുന്നുണ്ടാകും യുവാക്കളെ, ചെറുപ്പക്കാരെ മതിമറന്ന് തുള്ളണ്ട, രക്ഷിതാക്കളെ വീട്ടിൽ പോയി അള്ളാഹുവിനെ മറക്കണ്ട. ഇന്നെല്ലാരും കൂടെയുള്ള എന്നെ ഒറ്റക്ക് ഖബറിലിട്ട് പോകുമ്പോ നാളെ നിങ്ങളെ ഖബറിലിട്ട് നിങ്ങളെ കുടുംബം ഒറ്റക്ക് പോകും. അതുകൊണ്ട് ഖബറിൽ രക്ഷപ്പെടാനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ